നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. കലാസദനം 1ാം വാർഷികാഘോഷം ബാലുശ്ശേരി മറീന ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. സംഗീതജ്ഞൻ സതീശൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. വിവിധ ജില്ലകളിലെ കലാകാരന്മാരുടെ കൂട്ടായ്മയിൽ രൂപം കൊണ്ട കലാസദനം 1ാം വാർഷികം വിപുലമായ ചടങ്ങുകളോടെ ബാലുശ്ശേരി മദീന ഹാളിൽ ആഘോഷിച്ചു. കലാസദനം ഗ്രൂപ്പ് കോർഡിനേറ്ററും ചീഫ് അഡ്മിനുമായ ജീന ടീച്ചർ വയനാട് സ്വാഗതം പറഞ്ഞു. അനീഷ് പാറക്കണ്ടി ചെറുവണ്ണൂർ അധ്യക്ഷത വഹിച്ചു. വാർഷിക മീറ്റിംഗ് സംഗീതജ്ഞൻ സതീശൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. എല്ലാ സ്ഥലങ്ങളിലുള്ള വ്യക്തികൾ ഇവിടെ ഒത്തുകൂടുന്നുണ്ട്. അപ്പൊ നമ്മൾ ആരാണെന്നോ എവിടെയാണെന്നോ ഒന്നുമല്ല പ്രശ്നം. നമ്മൾ ആരാവണം എന്ന് ആഗ്രഹത്തിന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയുടെ കീഴിലാണ് നമ്മൾ ആരാവണം, ഇന്ന് ആരാണ്, അതിൽ നമ്മൾ എത്രത്തോളം നമ്മൾ ഉയരും, അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അതിലൊരു പടി മുന്നോട്ട് ഉയരണമെന്ന് അമിതമായ ആവേശമുള്ള ഒരു ടീച്ചറുടെ ശിക്ഷണത്തിലാണ് ഈ ഗ്രൂപ്പ് മുന്നോട്ട് പോകുന്നത്. അതിന് നമുക്ക് അഭിമാനിക്കാം. ആ ടീച്ചർക്ക് നമുക്കൊരു നമസ്കാരം. ആ ഒരു ചിട്ടയാണ് നമ്മുടെ ജീവിതത്തിൽ ചിട്ട ഇല്ലാതെ പോകുന്ന ഒരു കാലഘട്ടത്തിലൂടെ പോകുന്നത്. കാരണം എപ്പോഴാണ് ഉറങ്ങേണ്ടത് അറിയില്ല. ജോലി തിരക്കുകൊണ്ട് പല ആൾക്കാർ രാത്രി 12 1 മണി 2 മണി വരെയൊക്കെ വർക്ക് ചെയ്തിട്ട് രാവിലെ ഉറങ്ങുന്ന ഉച്ചവരെ ഉറങ്ങുന്ന ആൾക്കാരൊക്കെ ഇന്നുണ്ട്. ആ ജീവിത കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് ജീവിതം വേണമല്ലോ, സാമ്പത്തികം വേണം. എങ്കിൽ പോലും അതല്ലാതെ പുതുതലമുറയൊക്കെ ആലോചിക്കുമ്പോൾ രാവിലെ നേരത്തെ എഴുന്നേറ്റ് സൂര്യോദയം കാണാറുണ്ടോ എന്നറിയില്ല. ചിലപ്പോൾ നമുക്ക് രാമേശ്വരം പോണ്ടി വരും സൂര്യോദയം കാണാൻ, അതിനുവേണ്ടി പോണ്ടി വരും. കാരണം വീട്ടിലിരുന്നിട്ട് രാവിലെ സൂര്യനെ കാണുന്ന ആൾക്കാര്, കുട്ടികൾ, അവർക്ക് എങ്ങനെയാണ് സൂര്യൻ, എങ്ങനെയാണ് ചുവന്ന നിറത്തിലാണോ അല്ലെങ്കിൽ അത് മഞ്ഞ നിറത്തിലാണോ ഒന്നും അറിയില്ല. ആകെ അറിയുന്നത് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റാത്ത ആ ഒരു വെളിച്ചമാണ്. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള വ്യത്യസ്തരായ കലാകാരന്മാരും കലാകാരികളും വാർഷിക മീറ്റിംഗിൽ പങ്കെടുത്തു. കൂടാതെ പ്രായഭേദമന്യേ കലാകാരന്മാരും ഈ അസുലഭ സന്ദർഭത്തിൽ കലാസദനത്തിന്റെ വാർഷികത്തിൽ പങ്കുചേർന്നു. 100ൽ പരം കലാകാരന്മാരും കലാകാരികളും പങ്കെടുത്ത മീറ്റിംഗിൽ എല്ലാവരെയും ചെറുതും വലുതുമായ മൊമെന്റോകൾ നൽകി ആദരിക്കുകയും വിഭവസമൃദ്ധമായ ഭക്ഷണം നൽകുകയും ചെയ്തു. ശില്പികളുടെയും കരകൗശല വിദഗ്ധന്മാരുടെയും ഗായകരുടെയും എഴുത്തുകാരുടെയും അഭിനേതാക്കളുടെയും കലാപരിപാടികൾ അരങ്ങേറി. ഗ്രൂപ്പ് അഡ്മിൻ ജീന ടീച്ചർ വയനാട് എല്ലാവർക്കും നന്ദി അറിയിക്കുകയും ചെയ്തു. പിന്നീട് എല്ലാവരും ചേർന്നുള്ള ദേശീയഗാന ആലാപനത്തോടുകൂടി 1ാം വാർഷികാഘോഷത്തിന് സമാപനമായി. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ, പേരാമ്പ്ര.